സോ അക്കൗസ്റ്റിക് എറ പണ്ട് മുതലേ ആളുകൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന, പണ്ട് മുതലേ അല്ല ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് കൈ ഇങ്ങനെ വയ്ക്കുന്നത് അല്ലേ. എന്തുവാ അല്ലേ. സോ കപ്പിംഗ് ഓഫ് ഹാൻഡ്സ് ഇങ്ങനെ വയ്ക്കുന്നതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഈ ഒരു കൈയുടെ കപ്പിംഗ് കാരണം കട്ട് ചെയ്യാൻ പറ്റും. ഓൾസോ ഇങ്ങനെ വയ്ക്കുന്നത് കാരണം നമ്മൾ കേൾക്കുന്ന സൗണ്ടിന് ഒരു 5 to 10 dB ഇൻക്രിമെൻ്റ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ പണ്ട് മുതലേ ആളുകൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ടെക്നിക്കാണ് ഈ ഒരു കപ്പിംഗ് ഓഫ് ഹാൻഡ്സ്. ഓക്കെ, അങ്ങനെ വന്ന് ഒരു 13ാം നൂറ്റാണ്ടിലൊക്കെയാണ് ഒരു വസ്തുവിനെ ഒരു ആംപ്ലിഫിക്കേഷൻ ഡിവൈസ് ആയിട്ടൊക്കെ ആളുകൾ യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്. പ്രത്യേകിച്ചും മൃഗങ്ങളുടെയൊക്കെ കൊമ്പാണ് അവർ ആംപ്ലിഫിക്കേഷൻ ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. മനസ്സിൽ വെച്ചിരിക്കുക, ആ ഒരു ഹിസ്റ്ററിനെ പറ്റിയിട്ടുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനും കാര്യങ്ങളും അവൈലബിൾ അല്ല, ഇങ്ങനെയൊക്കെ ആയിരുന്നിരിക്കാം എന്നുള്ളൊരു കുഞ്ഞു ധാരണകളാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്ന് FC റൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് 18ാം നൂറ്റാണ്ടിൽ കൊമേഴ്സ്യലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ട്രംപറ്റ് മോഡൽ ഹിയറിംഗ് ആംപ്ലിഫിക്കേഷൻ ഡിവൈസ് മാനുഫാക്ചർ ചെയ്യുന്നത്. ട്രംപറ്റ് നമ്മുടെ ഫണൽ മോഡലിലൊക്കെ ഇരിക്കുന്ന ഒരു അറ്റത്ത് ഒരു സൈഡിൽ വലിയൊരു ഓപ്പണിങ്ങും മറ്റേ സൈഡ് നേരെ നമ്മുടെ ഇയർ കനാലിലോട്ട് പോകും. സോ ആ ഒരു വിസ്തീർണമുള്ള ഒരു ടെൻറ്റ് വെച്ചിട്ട് മാക്സിമം സൗണ്ടുകളെ കളക്ട് ചെയ്തിട്ട് ചെവിയുടെ ഉള്ളിലോട്ട് കൊടുക്കും എന്നുള്ളതായിരുന്നു. അപ്പോൾ FC റൈൻ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹമാണ് കൊമേഴ്സ്യലി ആദ്യമായിട്ട് ഇങ്ങനത്തെ ട്രംപറ്റ് മോഡൽ ആംപ്ലിഫിക്കേഷൻ ഡിവൈസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ വന്ന് 1819 ഗോവ രാജാവ്, കിങ് ഗോവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജാവിന് വേണ്ടിയിട്ട് അദ്ദേഹം ഈ രാജാവിന്റെ ചെയറിൽ തന്നെ ഒരു ആംപ്ലിഫിക്കേഷൻ ഡിവൈസ് അദ്ദേഹം സെറ്റ് ആക്കി കൊടുത്തു. നമ്മൾ കൈ വെക്കുന്ന ഈ ഒരു ആം റെസ്റ്റിൽ ഈ പറയുന്ന ഒരു വലിയൊരു ഓപ്പണന്റ് വന്നിട്ട് അത് മറ്റാരും കാണാത്ത രീതിയിൽ ഡിസൈൻ ഒക്കെ ചെയ്ത ഒരു പൈപ്പ് വഴി ഇയർ കനാലിലോട്ട് നമ്മുടെ ചെവിയുടെ നേരെ വരുന്ന രീതിയിൽ ഒരു ആംപ്ലിഫിക്കേഷൻ സെറ്റപ്പ് ഈ FC റൈൻ ഈ രാജാവിന് വേണ്ടിയിട്ട് ശരിയാക്കി കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം 1830 നമുക്ക് ഹെഡ് ബാൻഡുകളൊക്കെ വന്നു തുടങ്ങുന്നത്. ഈ റൈൻ എന്ന് പറയുന്ന അദ്ദേഹം തന്നെയാണ് ശകലോടി എന്താ പറയുക ഒരു ഓർണമെന്റ്സ് കൈൻഡ്സ് ഓഫ്, അതായത് ഇപ്പം ആണുങ്ങൾക്കാണെങ്കിൽ വലിയൊരു തൊപ്പി വെച്ചൊക്കെ മറച്ചു വെക്കാൻ പറ്റുന്ന രീതിയിൽ, സ്ത്രീകളാണെങ്കിൽ അവർക്ക് മുടിയൊക്കെ വെച്ചിട്ട് അലങ്കരിച്ച് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓറക്കിൾ ടൈപ്പ് ആംപ്ലിഫിക്കേഷൻ ഡിവൈസുകൾ 1830 ആ ഒരു കാലഘട്ടത്തിലൊക്കെയാണ് വന്നു തുടങ്ങിയത്. സോ പണ്ട് മുതലേ ഈ പറയുന്ന ആംപ്ലിഫിക്കേഷൻ ഡിവൈസുകൾ എത്രത്തോളം ചെറുതാക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ പറയുന്ന അക്കോസ്റ്റിക് ബാൻഡ് അല്ലെങ്കിൽ ഓറക്കിൾ ടൈപ്പിലുള്ള ഹിയറിംഗ് ആംപ്ലിഫിക്കേഷൻ ഡിവൈസ് ഒക്കെ നിർമ്മിച്ച് തുടങ്ങിയത്. ഓക്കെ, സോ അക്കോസ്റ്റിക് എറയിൽ ഈ ഒരു ടൈപ്പുകളുള്ള ആംപ്ലിഫിക്കേഷൻ ഡിവൈസുകളായിരുന്നു ആ ഒരു ടൈമിൽ ആളുകൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പതിയെ കാർബൺ എറ വരുന്നത്. കാർബൺ എറ. ഓക്കെ.